ഇന്ന് നമ്മൾ തേർഡ് സെമ്മിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളിലേക്ക് കടക്കുന്നതിന് മുൻപ് ഫസ്റ്റ് മൊഡ്യൂൾ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്, ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അതിനുവേണ്ടി നമ്മൾ പ്ലസ് ടുവിൽ പഠിച്ച ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഒരു ക്വിക്ക് റിവ്യൂ നടത്താൻ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സിലബസിലേക്ക് കടക്കുന്നില്ല, ഒരു ക്വിക്ക് റിവ്യൂ നടത്തുക ചെയ്യുന്നത്. വാട്ട് ഈസ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ? ആൻ ഇക്വേഷൻ ഇൻവോൾവിംഗ് derivatives is called differential equation. There are two types of differential equations: ordinary differential equation and partial differential equations. What is an ordinary differential equation? Simply an equation involving ordinary derivatives is called an ordinary differential equation. ഇപ്പോൾ ഒരു ഇക്വേഷനിൽ ഇപ്പോൾ ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഉള്ളൂ ആയിരിക്കാം, ഒരു ഡിപെൻഡൻറ്റ് വേരിയബിൾ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഫോമിൽ, y ഈക്വൽ ടു സൈൻ എക്സ്, y ഈക്വൽ ടു കോസ് എക്സ്, ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2x. ഇതൊക്കെ ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എക്സും ഒരു ഡിപെൻഡൻറ്റ് വേരിയബിൾ വൈയേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ അവിടെ സാധാരണ ഡെറിവേറ്റീവ് വരിക, ഓർഡിനറി ഡെറിവേറ്റീവ് വരിക, dy/dx വരിക. അങ്ങനെയാണെങ്കിൽ ഒരു dy/dx അല്ലെങ്കിൽ d²y/dx², അങ്ങനെ ഡെറിവേറ്റീവ് ഓർഡിനറി ഡെറിവേറ്റീവ് ഉൾപ്പെടുന്ന ഇക്വേഷനെ പറയുന്നവരാണ് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ, അല്ലെങ്കിൽ സിംപ്ലി ODE നമ്മൾ ഡിനോട്ട് ചെയ്യും. സിമിലർലി നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ പാർഷ്യൽ ഡിഫറൻസിയേഷനാണ് വരുന്നതെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ z ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ, ഫോർ എക്സാമ്പിൾ z ഈക്വൽ ടു x² പ്ലസ് y² എന്നുള്ളൊരു ഇക്വേഷൻ, അവിടെ നമ്മൾ ഡെറിവേറ്റീവ് വരിക പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ്, ∂z/∂x ∂z/∂y ഒക്കെ വരിക. അപ്പോൾ അവിടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ പറഞ്ഞത് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അപ്പോൾ ഒന്നിൽ കൂടുതൽ വേരിയബിൾ വരുമ്പോൾ, ഒന്നിൽ കൂടുതൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ വരുമ്പോൾ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഉണ്ടാവുക. അങ്ങനെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഉള്ള ഇക്വേഷനെ പറയുന്നവരാണ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. ഇക്വേഷൻ ഇൻവോൾവിംഗ് ഡെറിവേറ്റീവ്സ് കോൾഡ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. Differential equation involving a single independent variable and hence only ordinary derivatives is called ordinary differential equation or ODE. Similarly, a differential equation involving more than one independent variables and hence partial derivatives is called partial differential equation. അതുപോലെ ഇനി ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ? അത് അതിൻ്റെ ഹയസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ ഓർഡറാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ d³ y/dx³ ഉണ്ട് വിചാരിക്കുക, പിന്നെ d⁻y/dx⁴ ഒന്നുമില്ല, അതിൻ്റെ പവർ ഹയർ പവർ ഒന്നും ഇല്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 3 ആണ് അതിൻ്റെ ഓർഡർ. ഈ ഒരു ഇക്വേഷനിൽ d²y/dx² ഉണ്ട്, അതിന് മുകളിലേക്കൊന്നും ഇല്ലെങ്കിൽ 2 ആണ് അതിൻ്റെ ഓർഡർ. ഇനി സിംപ്ലി dy/dx + 2x = 0 എന്നുള്ള ഇക്വേഷൻ ആണെങ്കിൽ 1 ആണ് അതിൻ്റെ ഓർഡർ. ഡിഗ്രി ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അതിനെ നല്ല സ്റ്റാൻഡേർഡ് രീതിയിലേക്ക് എഴുതിയതിന് ശേഷം അതിനെന്ത് ചെയ്യുക, അതിന് ഹയസ്റ്റ് ഓർഡറിൻ്റെ പവർ, ഇപ്പോൾ d²y/dx² ആണ് ഹയസ്റ്റ് ഓർഡർ എങ്കിൽ അതിന് പവർ 3 ആണെങ്കിൽ 3 ആണ് ഡിഗ്രി, അല്ലെങ്കിൽ അതിന് പവർ 2 ആണ്. ഇപ്പോൾ ഒരു d²y/dx² ഹോൾ സ്ക്വയറും ഉണ്ട്, d³ y/dx³ ഹോൾ റേസ്റ്റ് 1 ഉണ്ടെങ്കിൽ 1 ആണ് ഡിഗ്രി. കാരണം d³y/dx³ എടുക്കുക, വലിയ ഓർഡറിൻ്റെ പവറാണ് എടുക്കുക. ചെറിയ ഓർഡറിന് ഹൈ പവർ ഉണ്ടെങ്കിലും കാര്യമില്ല. അപ്പോൾ എങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് അത്ര ക്ലിയർ ആവില്ല, അതുകൊണ്ട് ഞാനിത് എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു 10ഓളം എക്സാമ്പിളുകളുണ്ട്. ഇപ്പോൾ dy/dx = tan x, ഇതിൻ്റെ ഓർഡർ എന്താ? 1 ആണ്, ഓർഡർ 1. കാരണം dy/dx ഒരു ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ആണ്, അപ്പോൾ ഓർഡർ 1 ആണ്. ഇനി dy/dxൻ്റെ പവർ എന്താ? 1 ആണ്. അതുകൊണ്ട് ഓർഡറും പിന്നെ ഡിഗ്രിയും ഇതിൻ്റെത് 1 ആണ്. ഇതിൻ്റെതോ ഇവിടെയും dy/dx = ഒരു ഓർഡറേ ഉള്ളൂ, ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്, അപ്പോൾ ഒരു ഓർഡറും 1 ആണ്. ഇനി dy/dx എന്നുള്ള ആകെ ഡെറിവേറ്റീവ് ഇവിടെ ഉള്ളൂ, അതിൻ്റെ പവർ 1 ആണ്, അതുകൊണ്ട് ഡിഗ്രിയും 1 ആണ്. ഇനി 3 എടുത്തു നോക്കാം. 3ൽ ഓക്കെ, അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ നോക്ക്, determine the order and degree of the following differential equation and identify the partial differential equation. അപ്പോൾ ഓർഡറും ഡിഗ്രിയും കണ്ടെത്തുക. അതേമാതിരി തന്നെ ഈ പറഞ്ഞ 10 പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ടെങ്കിൽ അതും കണ്ടെത്തുക എന്നാണ് ചോദ്യം. അപ്പോൾ ഇതിന് രണ്ടിൻ്റെയും കിട്ടി. നമുക്ക് മൂന്നാമത്തെ നോക്ക്, y⁻′ + 9y = 0. y⁻# ഉള്ളത് കൊണ്ട് 2 ആണ് ഇതിൻ്റെ ഓർഡർ എന്ന് മനസ്സിലായി, സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ആണ്. ഇനി y⁻ൻ്റെ പവർ എത്ര? 1 ആണ്, അതുകൊണ്ട് ഡിഗ്രി എത്ര? 1 ആണ്. അപ്പോൾ ഓർഡർ 2, ഡിഗ്രി 1. അവിടെ ടേബിളിൻ്റെ ആൻസർ ഉണ്ട്, കാണുക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓർഡർ 2, ഡിഗ്രി 1. നാലാമത്തെ ക്വസ്റ്റ്യനിൽ നോക്ക്, ഓർഡർ 1, ഡിഗ്രി 2. ഓർഡർ 1 dy/dx എന്നാണ്, ഒറ്റ ഫസ്റ്റ് ഓർഡറേ ഉള്ളൂ, ഓർഡർ 1, പക്ഷേ അതിന് പവർ 2 ഉണ്ട്, അപ്പോൾ ഡിഗ്രി 2, ഓർഡർ 1, ഡിഗ്രി 2.
ഓർഡർ 1 ഡിഗ്രി 2. ഇതേപോലെ നിങ്ങൾ അഞ്ചാമത്തെ നോക്കുക, ഓർഡർ 2 ഡിഗ്രി 1. 5 ഓർഡർ 2 ഡിഗ്രി 1 ആണ്. ഇവിടെ മിസ്റ്റേക്കാണ് ബുക്കിൽ, ഓർഡർ 2 ഡിഗ്രി 1 ആണ്. സിമിലർലി 6, 7, 8, 9 ഒക്കെ നിങ്ങൾ നോക്കുക. 9ഉം 10ഉം 8ഉം 9ഉം 10ഉം എന്താണ്? പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആണ്. ഓക്കെ, ഇനി ഒറിജിൻ ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഡിഫറൻഷ്യൽ ഇക്വേഷൻ എവിടുന്ന വന്നത്? മോസ്റ്റ് ഓഫ് ദ പ്രോബ്ലം അറൈസിംഗ് ഇൻ ജോമെട്രി, ഫിസിക്സ്, എഞ്ചിനീയറിംഗ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ദ ഫോം ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഓക്കെ, നമുക്ക് ഒരു ജോമെട്രിക്കൽ പ്രോബ്ലം നോക്കുക. അതിനെങ്ങനെയാണ് ഡിഫറൻഷ്യൽ ഇക്വേഷനിലേക്ക് വന്നത്? ജോമെട്രിക് പ്രോബ്ലം. എ കർവ് ഈസ് ഡിഫൈൻഡ് ബൈ the condition that at each of the points xy its slope is equal to 5 times the axis of the point. Express this in terms of differential equation. ഈ കണ്ടീഷൻ ഇതിനെ നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷനാക്കി മാറ്റി എഴുതണം. അപ്പോൾ ഇവിടെ പറയുന്നത് ഒരു കർവ് എങ്ങനെയുള്ള കർവാണ്, അതിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ കർവിൻ്റെ സ്ലോപ്പ് വരുന്നത് 5 ടൈംസ് ആക്സിസ്. ആക്സിസ് എന്ന് പറഞ്ഞാൽ എക്സ് കോർഡിനേറ്റ്, 5 ടൈംസ് എക്സ് കോർഡിനേറ്റ് ആണ്. അപ്പോൾ സ്ലോപ്പ് എന്ന് പറയുന്നത് y = f(x)ന്റെ സ്ലോപ്പ് എന്താ? dy/dx. അപ്പോൾ y = f(x)ന്റെ സ്ലോപ്പ് dy/dx. dy/dx = 5 ടൈംസ് എക്സ് എന്നാണ് പറഞ്ഞത്. dy/dx = 5x. dy/dx = 5x. അത് തന്നെയാണ് ഇതിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കറസ്പോണ്ടിങ് ടു ദാറ്റ് പ്രോബ്ലം. ജോമെട്രിക്കൽ പ്രോബ്ലത്തിൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ dy/dx = 5x ആണ്. ഇനി ഫിസിക്കൽ പ്രോബ്ലം നോക്ക്. ഒരു ഫിസിക്കൽ പ്രോബ്ലം, ഫിസിക്സിലുള്ള ഒരു പ്രോബ്ലം. എ പാർട്ടിക്കിൾ ഓഫ് മാസ് m മൂവ്സ് അലോങ് ദ x axis while subject to a force proportional to its displacement x from a fixed point O in its path and directed towards O. Express the condition by means of a differential equation. അപ്പോൾ ഒരു മാസ് m ഉള്ള ഒരു സാധനം O എന്ന് പറഞ്ഞൊരു പോയിന്റിലേക്ക് ഇങ്ങനെ അടുത്ത് വരിക ചെയ്യുന്നത്, അതിലേക്ക് ഇത് ചെയ്യുന്നത്. അപ്പോൾ എക്സ് ദൂരമാണ് അതിന് ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എക്സ്പ്രസ് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം ഇവിടെ ഫോഴ്സ് എന്ന് പറയുന്നത്, ഓക്കെ, ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു ആക്സലറേഷൻ ആണ്. മാസ് ഇൻറ്റു ആക്സലറേഷൻ. ഹിയർ മാസ് എം ആയിട്ട് എടുത്ത്, പാർട്ടിക്കളുടെ മാസ് എം ആണ്. ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ എക്സ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, ടി ടൈമും ആണെങ്കിൽ നമുക്കറിയാം d²x/dt² ആണ്. d²x/dt², dx/dt വരെ വെലോസിറ്റി ആണ്, d²x/dt² വരെ സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ് ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ m × a = ഒരു കോൺസ്റ്റന്റ് -k × x, പ്രൊപ്പോർഷണലിറ്റി കോൺസ്റ്റന്റ് ഇങ്ങനെ വരിക. m × d²/dx² ഈസ് പ്രൊപ്പോർഷണൽ ടു എക്സ് എന്നാണ് വരിക. ശരിക്കും മാസ് ഇൻറ്റു ആക്സലറേഷൻ, ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു എക്സ്, ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ് എന്നാണ് ഇവിടെ പറയുന്നത്. f ഈസ് പ്രൊപ്പോർഷണൽ ടു എക്സ്, ദാറ്റ് ഈസ് f ഈസ് ഈക്വൽ ടു സം kx. f ഈസ് പ്രൊപ്പോർഷണൽ ടു എക്സ് എന്ന് പറഞ്ഞാൽ f ഈസ് ഈക്വൽ ടു സം kx. ഇവിടെ k നെഗറ്റീവ് സൈനിലാണ് നമ്മൾ എടുത്തത്. k എന്ന് പറഞ്ഞാൽ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ്, അതിന് -k നമ്മൾ എടുത്തത് കാരണം ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്നത് കൊണ്ട്, ഡിസ്പ്ലേസ്മെന്റിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് അപ്പോൾ f ഈസ് ഈക്വൽ ടു -kx. അപ്പോൾ m × f എന്ന് പറഞ്ഞാൽ ma ആണ്, m × a, ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ d²x/dt². m × a, m × d²x/dt² = -kx. അതാണ് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. Okay, now obtain the differential equation associated with the primitive ax² + bx + c. What primitive എന്ന് പറഞ്ഞാൽ എന്താ? ഒരു റിലേഷൻ, അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ ബിറ്റ്വീൻ വേരിയബിൾസ് വിച്ച് ഇൻവോൾവ്സ് ആർബിട്രറി കോൺസ്റ്റൻസ്. അപ്പോൾ വേരിയബിൾസ് തമ്മിലുള്ള ഒരു റിലേഷൻ അല്ലെങ്കിൽ വേരിയബിൾസ് ഉൾപ്പെടുന്ന ഒരു ഇക്വേഷൻ, അതിൽ ആർബിട്രറി കോൺസ്റ്റൻസും കൂടി ഉണ്ട്, അതിന് പ്രിമിറ്റീവ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ y = ax² + bx + c, അതൊരു പ്രിമിറ്റീവ് ആണ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ടാക്കണം. അപ്പോൾ എന്ത് ചെയ്താൽ മതി? dy/dx കാണാം. dy/dx കണ്ടാൽ 2ax + b എന്ന് വരും. dy/dx കണ്ടാൽ 2ax + b. സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ്. d²y/dx² കണ്ടാൽ 2a എന്ന് കിട്ടും. ഇതിൻ്റെ 1 ആവും, ഇതിൻ്റെ 0 ആവും, 2a എന്ന് കിട്ടും. dqy/dx³ ചെയ്താൽ 2a കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഡെറിവേറ്റീവ് 0 ആയിരിക്കും. dqy/dx³ = 0 ആണ് ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ എന്തില്ല? കോൺസ്റ്റന്റ് ഇല്ല. ഇവിടെ കോൺസ്റ്റന്റ് ഉണ്ട്, dy/dxലും കോൺസ്റ്റന്റ് എയും ബിയും ഉണ്ട്, d²y/dx² a എന്നുള്ള കോൺസ്റ്റന്റ് ഉണ്ട്. പക്ഷേ dqy/dx³ കോൺസ്റ്റന്റ് ഇല്ല. അതുകൊണ്ട് അത് പ്രിമിറ്റീവ് ഇല്ലാത്ത ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനായി മാറി. ഓക്കെ, now find the differential equation of y = e⁻x × a cos 2x + b sin 2x. a and b are constants. സൊല്യൂഷൻ ടെക്സ്റ്റിൽ എഴുതിയ തെറ്റാണ്, അത് അതിൻ്റെ മുകളിൽ മിസ്റ്റേക്ക് ആണിത്. ax² + bx + c തന്നെ ആൻസറാണ് ഇവിടെ ടെക്സ്റ്റിൽ എഴുതിയത്. ഇത് നിങ്ങൾ ചെയ്യാം, നിങ്ങൾക്കുള്ള എക്സസൈസ് ആണിത്. ഇത് ഇത്രയേ ഉള്ളൂ. y = e⁻x × a cos 2x + b sin 2x എന്നാണെങ്കിൽ y' കാണാം. y' കണ്ടാൽ എന്താ കിട്ടുക? e⁻x × -2a sin 2x + 2b cos 2x എന്ന് വരും. ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ y' കണ്ടാൽ പ്ലസ്
പ്ലസ് എ കോസ് ടു എക്സ് പ്ലസ് ബി സൈൻ ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സ് എന്ന് വരും. ഓക്കെ, പിന്നെ വൈ ഡബിൾ ഡാഷ് കാണാം. വൈ ഡബിൾ ഡാഷ് വീണ്ടും ഇ റേസ് ടു എക്സ് ഇൻറ്റു ഇതിൻ്റെ ഡെറിവേറ്റീവ് വൈ ഡാഷിൻ്റെ ഡെറിവേറ്റീവ് വീണ്ടും കാണാം. പിന്നെ അപ്പോൾ നിങ്ങൾക്ക് വൈ ഡബിൾ ഡാഷ് ഈക്വൾ ടു -2y എന്ന് കിട്ടും. വൈ ഡബിൾ ഡാഷ് ഈക്വൾ ടു -2y. ഇത് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും വൈ ഡബിൾ ഡാഷ് ഈക്വൾ ടു -2y എന്നായിരിക്കും കിട്ടുക. ദാറ്റ് ഈസ് വൈ ഡബിൾ ഡാഷ് പ്ലസ് 2y ഈക്വൾ ടു 0. വൈ ഡബിൾ ഡാഷ് പ്ലസ് 2y ഈക്വൾ ടു 0 എന്ന് കിട്ടും. അപ്പോൾ ഇത് വെട്ടുക, ഇത് വേണ്ട, ഇത് തെറ്റാണ്, ഇവിടെ ബുക്കിൽ ചെയ്തത് തെറ്റാണ്. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യാം. ഓക്കെ, ഒന്നും കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ നിർത്താം. ഓക്കെ, ഷോ ദാറ്റ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ഓൾ പരാബോള having the x-axis as the axis of symmetry is y d square y by dx square plus dy by dx whole square equal to 0. അപ്പോൾ show the differential equation of parabola. അപ്പോൾ having x-axis as the axis of symmetry, all parabolas having x-axis as the axis of symmetry എന്ന് പറയുന്ന ആ ക്ലാസ് ഓഫ് പരാബോള അല്ലെങ്കിൽ ആ കളക്ഷൻ ഓഫ് പരാബോളാസിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇതാണ് വരിക. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇതാണ് വരിക എന്നാണ് തെളിയിക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം പരാബോളാസ്, ഓൾ പരാബോളാസ് ഹാവിങ് ആക്സിസ് ഓഫ് സിമെട്രി എക്സ് ആക്സിസ് ആകുന്ന എല്ലാ പരാബോളയും വരിക. പരാബോള ഇങ്ങനെ വരിക, അപ്പോൾ ഇത് ഇതിങ്ങനെ ഇതാണെങ്കിൽ ഇങ്ങനെ വരിക, സൈഡിലേക്കാണ് വരിക, സൈഡിലേക്ക് ഇങ്ങനെ വരും, സൈഡിലേക്ക് ഇങ്ങനെ വരും. ഇത് ആക്സിസ് ആണെങ്കിൽ ഇങ്ങനെ വരും. അങ്ങനെ അതിൻ്റെ ജനറൽ ഫോം ഇതാണ് വൈ സ്ക്വയർ ഈക്വൽ ടു എ ഇൻറ്റു എക്സ് പ്ലസ് ബി. വൈ സ്ക്വയർ ഈക്വൽ ടു എ ഇൻറ്റു എക്സ് പ്ലസ് ബി ആണ് അങ്ങനെയുള്ള പരാബോളൻ്റെ ജനറൽ ഫോം. അങ്ങനെയാണെങ്കിൽ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. 2y y ഡാഷ് ഈക്വൽ ടു 2y dy by dx ഈക്വൽ ടു എ എന്ന് കിട്ടും. എ ഇൻറ്റു എക്സ് പ്ലസ് ബിൻ്റെ ഡെറിവേറ്റീവ് എ ഇൻറ്റു 1 പ്ലസ് 0 എന്ന് വരും. ദാറ്റ് ഇസ് എ എന്ന് കിട്ടും. വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 2y ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഹോൾ സ്ക്വയർ ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇവിടെയും 2 ഉണ്ടാവും, ഇവിടെയും 2 ഉണ്ടാവും. 2 ഒക്കെ ക്യാൻസൽ ചെയ്ത് പോവാം. അപ്പോൾ നിങ്ങൾക്ക് ഇതാ കിട്ടുക y ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് ഡി വൈ ബൈ ഡി എക്സ് ഹോൾ സ്ക്വയർ ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഒന്ന് പേപ്പറിലേക്ക് ഒരു പേപ്പറും പെന്നും എടുത്തിട്ട് എല്ലാം അതിലേക്ക് എഴുതിയെടുക്കുക. ഓക്കെ.